Morning and welcome back to Indian Writing in English. Here we have the story Laburnum for My Head written by Tamsula Au. Now let's recap our memory. Actually, the deal was completed. Lendina's deal was completed. Lendina instructed Babu to hire some laborers to erect a boundary fence on the land that bought by Lendina. But there is a problem. It was only after completion of the fence her sons only knows the matter. Her sons know after their mother's purchase of the land. They protested against it. They didn't like that she depended on the driver in order to purchase the land. They said that it was an insult for them. ഇവിടെയാണ് നമ്മൾ എത്തിയത് അല്ലേ. എന്താണ് ആ ഡീല് കംപ്ലീറ്റ് ആയി. അതിനുശേഷം ബാബുവിനോട് അവിടെ ഒരു മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ മതിലൊക്കെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ലെൻറ്റീനയുടെ മക്കൾ മദറിൻ്റെ ഈ പർച്ചേസിനെ കുറിച്ചിട്ട് അറിയുന്നത് അല്ലേ. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പുകൾ പറഞ്ഞു. അവർക്ക് ഇഷ്ടമായില്ല അല്ലേ. ഡ്രൈവർ ബാബുവുമായിട്ട് ഇങ്ങനെ കൂട്ടുകൂടിയിട്ട് ഈ ഒരു സംഭവം ചെയ്തതിനെ കുറിച്ചിട്ട് അവർ അടക്കം പറച്ചിലുകൾ തുടങ്ങി, അവരുടെ മക്കളൊക്കെ. അങ്ങനെ ആക്ച്വലി നമ്മുടെ ലെൻറ്റീന ഇവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അല്ലേ. ഷീ ട്രൈഡ് ടു പാസിഫൈ ദം ബൈ സെയിങ് ദാറ്റ് ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ബേർഡൻ ദം വിത്ത് ടാസ്ക് വിച്ച് ഷീ ആൻഡ് ബാബു were perfectly able to handle. The son kept quiet, but the elder daughter-in-law wanted to assert herself and began to accuse Lentina of putting too much trust in servant, and this, she said, amounted to insulting them. Lentina, smarting from the unfairness of the charge, blurted out something which she overheard during her husband's funeral and had decided to keep in a secret. It was an argument between the two daughters-in-law about who was to pay the funeral expenses of their father. The elder one had said, "It is not fair that we alone should bear the cost. You and your husband should pay half of it." നോക്കൂ, ആക്ച്വലി ഇവിടെ എന്താ നടന്നത് നമുക്ക് നോക്കാം. എന്താണ് അവർ ഷീ ട്രൈ ടു പാസിഫൈ, അങ്ങനല്ലേ ഈ ഒരു തർക്കം, ഇവർക്കൊരു പ്രശ്നമുണ്ട്. ഇവർ ഈ ഒരു പ്ലോട്ട് വാങ്ങിയതിനെക്കുറിച്ച് മക്കൾ അറിയാത്തതിനെക്കുറിച്ചും ഈ ഒരു ശ്മശാനത്തിൻ്റെ ഡിസൈനിനെ കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും മക്കളോട് അറിയിക്കാത്തതിൽ മക്കൾ വിഷമം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഷീ ട്രൈ ടു പാസിഫൈ ദം ബൈ സെയിങ് ദാറ്റ് ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ബേർഡൻ ദം വിത്ത് ടാസ്ക് വിച്ച് ഷീ ആൻഡ് ബാബു were perfectly able to handle. അപ്പം ലെൻറ്റീന അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയാണ്, ഞാൻ നിങ്ങളെ ഇതിനും വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കണ്ട അല്ലേ, പാസിഫൈ പറഞ്ഞാൽ നിങ്ങളെ വിഷമിപ്പിക്കണ്ട, ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ ഒരു ടാസ്കും പറഞ്ഞിട്ട് നിങ്ങളെ ബേർഡനാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ബാബുവും തന്നെ ഈ കാര്യം കൈകാര്യം ചെയ്തത് അല്ലേ. ദ സൺസ് കീപ് ക്വയറ്റ്. പക്ഷേ ആൺകുട്ടികൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ലെൻറ്റീനയുടെ മക്കൾ അപ്പം ശാന്തമായിട്ട് നിന്നു അല്ലേ. അവർ ഒന്നും പറഞ്ഞില്ല ഇത് കേട്ട സമയത്ത്. ബട്ട് the elder daughter-in-law wanted to assert herself and began to accuse Lentina of putting too much trust in a servant, and this, she said, amounted to insulting them. ആക്ച്വലി ആ ഒരു മരുമക്കളാണല്ലോ പ്രശ്നക്കാരുണ്ടാവുക. അവർക്കിതൊന്നും അത്ര കൊള്ളാത്ത പോലെ അവർ സംസാരിക്കുകയാണ്. അവൾ കുറ്റം പറയാണ്, ആരോപണം ഉണ്ടാക്കുകയാണ് സർവൻറ്റുമായിട്ട് അധികം ട്രസ്റ്റ് കാണിച്ചതിനും. ഇതവർക്കൊരു ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ ഇങ്ങനെ പറയുകയാണ്, മരുമകൾ കേട്ടോ. അപ്പോൾ ലെൻറ്റിന സ്മാർട്ടിങ് ഫ്രം അൺഫെയർനെസ് ഓഫ് ദി ചാർജ് ബ്ലർട്ടഡ് ഔട്ട് സംതിങ് വിച്ച് ഷീ ഓവർഹെർഡ് ഡ്യൂറിങ് ഹർ ഹസ്ബൻഡ്സ് ഫ്യൂണറൽ. പക്ഷേ ലെൻറ്റീന ചില കാര്യങ്ങളൊക്കെ ഇവരെടുത്ത് നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ലെൻറ്റീന നല്ലൊരു അമ്മയാണ്. ആവശ്യമില്ലാതെ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് മരുമക്കളെ ഉപദ്രവിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല നമ്മുടെ ലെൻറ്റീന. അങ്ങനെ ലെൻറ്റീന ഒരു കാര്യം ഇവരിൽ നിന്ന് മറച്ചു വെച്ചൊരു കാര്യം ലെൻറ്റീന ഇവിടെ പറയാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ആ ഒരു മുമ്പ് കേട്ട ഒരു കാര്യം അല്ലേ, അതിനെക്കുറിച്ച് ഇവിടെ പറയാണ്. അപ്പോൾ ആൺകുട്ടികൾ സംസാരിച്ചില്ല, മരുമക്കൾക്ക് എതിർപ്പ് കാണിച്ചു. ആ ഒരു സമയത്ത് ലെൻറ്റീന പുട്ടിങ് ടൂ മച്ച് ട്രസ്റ്റ് ഇൻ എ സെർവൻറ്റ്, അതിനാണ് അവർക്ക് എതിർപ്പ്. അങ്ങനെ ലെൻറ്റീന സ്മാർട്ടിങ് ഫ്രം ദ ഫെയർനെസ് ഓഫ് ദി ചാർജ് ബ്ലർട്ടഡ് ഔട്ട് സംതിങ് വിച്ച്, അങ്ങനെ ലെൻറ്റീന ആ ഒരു സെമെട്രി
സെമിട്രിയിൽ ഹസ്ബൻഡിൻ്റെ അടക്കം ചെയ്യാൻ പോയ സമയത്ത് ലെൻറ്റീന മരുമക്കൾ തമ്മിലുള്ളൊരു തർക്കം കേൾക്കാനിടയായിട്ടുണ്ടായിരുന്നു. അവളുടെ 2 മരുമക്കൾ, വലുതും ചെറുതും 2 മരുമക്കളും തമ്മിലുള്ള ഒരു സംസാരം കേട്ടിട്ടുണ്ടായിരുന്നു. ബ്ലട്ടർ ഔട്ട് സംതിങ് വിച്ച് ഷീ ഓവർ ഹേർഡ് ഡ്യൂറിങ് ഹർ ഹസ്ബൻഡ്സ് ഫ്യൂണറൽ. ഹസ്ബൻഡിൻ്റെ ഫ്യൂണറൽ ചടങ്ങിൻ്റെ സമയത്ത് മരുമക്കൾ തമ്മിലുള്ള ഒരു തർക്കം നമ്മുടെ ലെൻറ്റീന മുമ്പ് കേട്ടിട്ടുണ്ട് അല്ലേ. ആൻഡ് ഡിസൈഡഡ് ടു കീപ്പ് ഇറ്റ് എ സീക്രട്ട്. പക്ഷേ ലെൻറ്റീന അത് ഭയങ്കര സീക്രട്ടായിട്ട് വെക്കുകയാണ് ചെയ്തത്. ഇറ്റ് വാസ് ആൻ ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ ദ 2 ഡോട്ടേഴ്സ്. എന്തായിരുന്നു ആ സീക്രട്ട്? ഇറ്റ് വാസ് ആൻ ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ ദ 2 ഡോട്ടേഴ്സ് ഇൻ ലോ. 2 മരുമക്കൾ തമ്മിലുള്ള ആർഗ്യുമെൻ്റ് ആയിരുന്നു. എബൌട്ട് ഹൂ വാസ് ടു പേ ഫോർ ദ ഫ്യൂണറൽ എക്സ്പെൻസസ്. അച്ഛൻ്റെ ഫ്യൂണറൽ എക്സ്പെൻസ് ആരാണ് എടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു തർക്കം. ദ എൽഡർ വൺ ഹാഡ് സെഡ് ഇറ്റ്സ് നോട്ട് ഫെയർ ദാറ്റ് വി അലോൺ ഷുഡ് ബിയർ ദ കോസ്റ്റ്. ഞങ്ങൾ ഒറ്റയ്ക്ക് ഇതിൻ്റെ മുഴുവൻ ചിലവ് എടുക്കേണ്ട ആവശ്യം ഇല്ല, അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ എടുക്കില്ല അല്ലേ. യു ആൻഡ് യുവർ ഹസ്ബൻഡ് ഷുഡ് പേ ഹാഫ് ഓഫ് ഇറ്റ്. അപ്പം ഹാഫ് എന്ത് ചെയ്യണം? നീയും നിൻ്റെ ഹസ്ബൻഡും തരണം ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ മരിച്ച സമയത്ത് ഇവർ തമ്മിലൊരു തർക്കം കൂടുന്നത് നമ്മുടെ ലെൻറ്റീന കേട്ടിട്ടുണ്ടായിരുന്നു. To this the younger one had replied. അപ്പോൾ ഇത് പറയുമ്പോൾ യങ്ങർ വൺ എന്താ പറയുന്നത്? ഹൗ ക്യാൻ ഐ സേ എനിത്തിങ്? ടെൽ ദാറ്റ് ഹസ്ബൻഡ് ഓഫ് മൈൻ ഇഫ് യു ഫീൽ ലൈക്ക് ഇറ്റ്, ബട്ട് ഐ ആം നോട്ട് ഗോയിങ് ടു ഗിവ് എ റുപ്പി ടുവാർഡ്സ് ദിസ് അൺനെസസറി ഷോ. അപ്പോൾ എന്താണ് ചെറിയ മരുമകൾ എന്താണ് പറയുന്നത്? എനിക്കെങ്ങനെ ഇതിനൊക്കെ പറയാൻ പറ്റും? നീ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിച്ചോ, ബട്ട് ഐ ആം നോട്ട് ഗോയിങ് ടു ഗിവ് എ റുപ്പി. ഞാനൊരു പൈസ തരാൻ പോണില്ല കേട്ടോ ഈ ആവശ്യമില്ലാത്ത ഷോക്കൊന്നും. എവരി വൺ നോ ദാറ്റ് ദ യങ്ങർ ഡോട്ടർ ഇൻ ലോ had the money of her own. എല്ലാവർക്കും അറിയാം ചെറിയ മരുമകൾക്ക് നല്ല ക്യാഷ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നല്ല വലിയ കുടുംബത്തിൽ നിന്നാവാം കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അവൾക്ക് അവളുടേതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സംസാരം ഉണ്ട് കേട്ടോ, പൊങ്ങച്ചുണ്ട്. കാരണം അവൾ വീണ്ടും പറയാണ്, ആൻഡ് ഇഫ് യു തിങ്ക് ദാറ്റ് യു ആർ ഗോയിങ് ടു വേസ്റ്റ് മണി ഓൺ സം ഗ്രാൻഡിയോസ് ഹെഡ് സ്റ്റോൺ ഫോർ ദി ഓൾഡ് വുമൺ, തിങ്ക് അഗെയിൻ. സച്ച് പ്രിറ്റൻഷൻസ് ദിസ് ഫാമിലി ഹാസ്. ഈ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഈ വയസ്സായ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഗ്രാൻഡിയോസ് ഹെഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പ്രസീവായിട്ടുള്ള ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ഹെഡ് സ്റ്റോൺസ് ഉണ്ടാക്കാൻ വേണ്ടി ക്യാഷ് ചിലവാക്കും ഈ വയസ്സായ ആൾക്ക് വേണ്ടി എന്ന് വിചാരിക്കുന്നുണ്ടോ? തിങ്ക് അഗെയിൻ, വീണ്ടും ചിന്തിക്ക്. ഈ കുടുംബത്തിന് ഇങ്ങനെയുള്ള നീചത്തരങ്ങളുണ്ട്, ഇങ്ങനെയുള്ള പൊങ്ങച്ചങ്ങളുണ്ട് ഈ കുടുംബത്തിൽ, ഈ ഫാമിലിക്ക് ഉണ്ടോ ഇങ്ങനത്തതൊക്കെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ആര് കേട്ടിട്ടുണ്ടായിരുന്നു? ലെൻറ്റീന. ഈ തർക്കത്തെക്കുറിച്ച് ലെൻറ്റീനയ്ക്ക് ആദ്യമേ അറിയാമായിരുന്നു അല്ലേ. കാരണം ഇവർ തമ്മിലുള്ള ഈ കോൺവെർസേഷൻ, ഈ ഒരു സംഭവം പറഞ്ഞ സമയത്താണ് അവൾ ഇത് സീക്രട്ടായി തന്നെ വെച്ചു. കാരണം ആവശ്യം ഉണ്ടാകുമ്പം ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആക്ച്വലി ദേ ഡിഡിൻറ്റ് ലൈക്ക് ദാറ്റ് ഷീ ഡിപ്പെൻഡഡ് ഓൺ ദ ഡ്രൈവർ ഇൻ ഓർഡർ ടു പർച്ചേസ് ദ ലാൻഡ്. അവർക്ക് എന്ത് ഇഷ്ടമായിട്ടില്ല? ദേ ഡിഡിൻറ്റ് ലൈക്ക് അല്ലേ, ആരെ ഡിപ്പെൻഡ് ചെയ്തത്? ഷീ ഡിപ്പെൻഡഡ് ഓൺ ദ ഡ്രൈവർ ഇൻ ഓർഡർ ടു പർച്ചേസ് ദ ലാൻഡ്. ലാൻഡ് പർച്ചേസ് ചെയ്യാൻ ബാബുവിനെ കൂട്ടിയത് അവർക്ക് ഇഷ്ടമായിട്ടില്ല. ദേ സെഡ് ദാറ്റ് ഇറ്റ് വാസ് ആൻ ഇൻസൾട്ട് ഫോർ ദം. അത് ഇൻസൾട്ടാണ് എന്നാണ് മരുമകൾ പറഞ്ഞത്. ദ സൺസ് ബിക്കെയിം ക്വയറ്റ്. ആൺകുട്ടികൾ അപ്പോൾ ശാന്തഭാവം നടിച്ചു. ആഫ്റ്റർ സം ടൈം ബട്ട് ഹർ എൽഡർ ഡോട്ടർ ഇൻ ലോ കണ്ടിന്യൂ ടു അസേർട്ട് ഹെർ സെൽഫ്. ലെൻറ്റിന ടു ബിക്കെയിം അസേർട്ടീവ് ആൻഡ് ടോൾഡ് ഹർ ദാറ്റ് ഷീ ഹാഡ് ഹേർഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ 2 ഡോട്ടർ ഇൻ ലോസ് റിഗാർഡിംഗ് who will pay for the funeral expenses. Both of them were reluctant to finance the funeral. 2 പേർക്കും ഫ്യൂണറൽ ചടങ്ങിന് പൈസ എടുക്കാൻ ഇഷ്ടമല്ലായിരുന്നു. അവർ തമ്മിലുള്ള അടിയായിരുന്നു നമ്മുടെ ലെൻറ്റീനെ കേട്ടത്. Both of them were reluctant അല്ലേ. They thought that it was a waste to spend money to erect headstones for the dead old man. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? മരിച്ചുപോയ ഈ വയസ്സനായ ആൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ഹെഡ് സ്റ്റോണൊക്കെ വെക്കുക എന്നുള്ളത് ഒരു വെറുതെ വേസ്റ്റ് ആക്കലാണ്, ക്യാഷ് വേസ്റ്റ് ആക്കലാണ് എന്നാണ് അവർ അത് പറഞ്ഞിട്ടാണ് അവർ തർക്കം അവസാനിപ്പിച്ചത് ആ ഒരു സമയത്ത് കേട്ടോ. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്തൊക്കെയാണ് ഇത്രയും ഭാഗത്ത് പറയുന്നത്? ദിസ് പാർട്ട് ഓഫ് ദി ലെസൺ ടെൽസ് അബൌട്ട് ലെൻറ്റിനാസ് പർച്ചേസ് ഓഫ് ദി ലാൻഡ് അഡ്ജസൻറ്റ് ടു ദ സെമെട്രി ആൻഡ് അബൌട്ട് ദ റിയാക്ഷൻ ഓഫ് ഹർ സൺസ് ആൻഡ് ഡോട്ടർ ഇൻ ലോസ് അബൌട്ട് ഇറ്റ്. ദ സൺസ് ആൻഡ്
daughter-in-law's reaction towards the purchase of the land. Okay, now we move to the next paragraph. Lentina had kept this knowledge to herself and had resolved that she would never divulge this to anyone. But being goaded into speech by interference from her family on a matter she thought did not directly involve them, she decided to speak out. She addressed the two ladies. "Why are you all worked up and about such a trivial matter? After all, I have not spent anyone else money. And another thing, you need not worry about any headstone for me. I want none." The two ladies were completely taken aback. They had assumed that they were alone in the room when the altercation had taken place. The deft and crafty manipulation of her knowledge helped Lentina put an end to all opposition. When the husbands learned how their mother took care of their wives, they merely chuckled and muttered, "That's mother for you. Hope you have learned your lesson." അപ്പോൾ ലെൻറ്റിന ഈ സീക്രട്ടൊക്കെ കേട്ട് വെച്ചതാണ് അല്ലേ. ലെൻറ്റിന ഹാഡ് കെപ്റ്റ് ദിസ് നോളജ് ടു ഹെർസെൽഫ് ആൻഡ് ഹാഡ് റിസോൾവ് ദാറ്റ് ഷീ വുഡ് നെവർ ഡൈവേൾജ് ദിസ് ടു എനിവൺ. ഈ ഒരു കാര്യങ്ങളൊന്നും ആരോടും പറയില്ല എന്ന് ലെൻറ്റിന ആദ്യമേ തീരുമാനിച്ചു അല്ലേ. മെയ്ക്ക് നോൺ, ഡൈവേൾജ് പറഞ്ഞാൽ മെയ്ക്ക് നോൺ എന്നാണ് കേട്ടോ. ഗോഡഡ് പറഞ്ഞാൽ പ്രവോക്ക് എന്നാണ്. മെയ്ക്ക് നോളേജ്, ഡൈവേൾജ്, മെയ്ക്ക് നോളേജ്. അപ്പോൾ ലെൻറ്റിന ഈ സീക്രട്ട് ആരോട് പറയില്ല എന്ന് ഉറപ്പ് വിചാരിച്ചതായിരുന്നു. അന്ന് കേട്ടിട്ടുണ്ട്, അച്ഛൻ്റെ ഫ്യൂണറൽ ചടങ്ങിൻ്റെ സമയത്ത് അവർ തമ്മിലുള്ള ആ വാക്ക് തർക്കം കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആരെടുത്തും പറഞ്ഞില്ല അല്ലേ. ബട്ട് ബീയിങ് ഗോഡഡ് ഇൻ ടു സ്പീച്ച് ബൈ ഇൻ്റർഫറൻസ് ഫ്രം ദർ ഫാമിലി ഓൺ ദ മാറ്റർ ഷീ തോട്ട് ഡിഡ് നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ദം. അപ്പോൾ അവർ തമ്മിലുള്ള ആ തർക്കം നടന്നപ്പോൾ ഇപ്പം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ, കാരണം ലെൻറ്റീനെ പ്ലോട്ട് വാങ്ങിയതിൽ മറ്റാരെയും ഇൻവോൾവ് ചെയ്യിച്ചില്ല എന്ന പ്രശ്നം ഉണ്ടായപ്പോൾ ലെൻറ്റീനെ ഈ മാറ്റർ ഇൻഡയറക്റ്റ് ആയിട്ട് അവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഷീ ഡിസൈഡഡ് ടു സ്പീക്ക് ഔട്ട്. ഷീ അഡ്രസ്ഡ് ദ ടു ലേഡീസ്. അവർ രണ്ടുപേരെ അഡ്രസ്സ് ചെയ്തു. "വൈ ആർ യു ഓൾ വർക്ക്ഡ് അപ്പ് അബൌട്ട് സച്ച് ട്രിവിയൽ മാറ്റർ? ആഫ്റ്റർ ആൾ ഐ ഹാവ് നോട്ട് സ്പെൻഡ് എനി വൺ എൽസ് മണി." എനിക്ക് വേണ്ടി ആരും പണം ചെലവഴിക്കരുത്. പിന്നെ വേറൊരു കാര്യം, "യു നീഡ് നോട്ട് വെറി അബൌട്ട് എനി ഹെഡ് സ്റ്റോൺ ഫോർ മീ." നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഹെഡ് സ്റ്റോൺ വെക്കുന്നതിനെ കുറിച്ച്, കാശ് മുടക്കിനെ കുറിച്ചോ നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. "ഐ വാണ്ട് നൺ." എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. ദ ടു ലേഡീസ് വർ കംപ്ലീറ്റ്ലി ടേക്കൺ അബാക്ക്. അവർ ഭയങ്കരമായിട്ട് അസ്റ്റോണിഷ്ഡ് ആയി അല്ലേ. രണ്ടുപേരും അത്ഭുതത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. ദേ ഹാഡ് അസ്യൂംഡ് ദാറ്റ് ദേ വർ അലോൺ ഇൻ ദ റൂം വെൻ ദ ആൾട്ടർക്കേഷൻ ഹാഡ് ടേക്കൺ പ്ലേസ്. നമ്മൾ തമ്മിലുള്ള ആൾട്ടർക്കേഷൻ നടക്കുന്ന സമയത്ത് നോയ്സി ആർഗ്യുമെൻറ്റ്, ആൾട്ടർക്കേഷൻ മീൻസ് നോയ്സി ആർഗ്യുമെൻറ്റ്, അവർ തമ്മിൽ വാക്ക് തർക്കം നല്ല ഒച്ചയിലാണ് നടന്നത്. ആ ഒരു സമയത്ത് നമ്മൾ മാത്രമാണല്ലോ റൂമിലുണ്ടായിരുന്നത്. ദ ഡെഫ്റ്റ് ആൻഡ് ക്രാഫ്റ്റി മാനിപ്പുലേഷൻ ഓഫ് ഹർ നോളേജ് ഹെൽപ്ഡ് ലെൻറ്റിന പുട്ട് ആൻ എൻഡ് ടു ഓൾ ഓപ്പോസിഷൻ. അങ്ങനെ ആ ഒരു തർക്കം മൊത്തം മാറാനായിട്ട് ലെൻറ്റിനയുടെ ഈ ഒരു ഇടപെടൽ, ഇവളുടെ ഈ ഡെഫ്റ്റ് ആയിട്ടുള്ള, ക്രാഫ്റ്റി ആയിട്ടുള്ള, ഭയങ്കര സ്കിൽഫുൾ, ഡെഫ്റ്റ് മീൻസ് സ്കിൽഫുള്ളായിട്ടും ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള നമ്മുടെ ലെൻറ്റിനയുടെ ഈ ഇടപെടൽ ഇവരുടെ തർക്കം തന്നെ ഇല്ലാണ്ടാക്കി അല്ലേ. അവിടെ ഒരു നല്ല രീതിയിൽ ആ ഒരു കാര്യം ആ കാര്യം പറഞ്ഞതായിട്ട് പറഞ്ഞതുമില്ല, ഇൻഡയറക്റ്റ് വേയിലൂടെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു അല്ലേ. അപ്പോൾ ആൻഡ് ഇഫ് യു തിങ്ക് ദാറ്റ് വി ആർ ഗോയിങ് ടു വേസ്റ്റ് അപ്പോൾ അവർ ആ ഒരു സമയത്ത് വെൻ ദെയർ ഹസ്ബൻഡ്സ് ലേൺ ഹൗ ദെയർ മദർ ടു കെയർ. അപ്പോൾ ആ ഹസ്ബൻഡിന് മനസ്സിലാവുകയാണ് എത്രത്തോളം കെയർ അമ്മേൻ്റെ അടുത്ത് ഞങ്ങളുടെ വൈഫിലേക്ക് ഉണ്ട് എന്നുള്ളതും, എങ്ങനെയാണ് അമ്മ വൈഫുകളെ അവരുടെ ഭാര്യമാരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് ബോധ്യമായി. ദേ മിയർലി ചക്കിൾഡ് ആൻഡ് മട്ടേഡ്. അവരടക്കം സപ്രസ്ഡ് ലാഫാണ്. ചക്കിൾഡ്, മട്ടേഡ് പറഞ്ഞാൽ പിറുപിറുക്കുക. അവരെന്തോ പിറുപിറുത്തുകൊണ്ട് ആ സപ്രസ്ഡ് ആയിട്ട് ചിരിച്ചു. "ദാറ്റ്സ് മദർ ഫോർ യു." അത് നിങ്ങൾക്ക് അമ്മയാണ്. "ഹോപ്പ് യു ആർ ലേൺഡ് യുവർ ലെസൺ." അതുകൊണ്ട് നിങ്ങൾ പാഠങ്ങൾ പഠിക്കണം അമ്മേൻ്റെ അടുത്ത് നിന്ന്. കാരണം ഇത് ഈ രീതിയിലല്ല കൈകാര്യം ചെയ്തത്. ഇതിന് വേണ്ടിയിട്ട് അമ്മ ഇവരുടെ അടുത്ത് മിണ്ടാണ്ടിരിക്കുക, ഇവർ തമ്മിൽ തർക്കം ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്തെങ്കിലും സമാധാനം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ നമ്മൾ അറിവുള്ളവരെന്ത് ചെയ്യുക, കാര്യങ്ങൾ ലിസൺ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, കീപ്പ് മം, അവർ ശാന്തമായി നിൽക്കുക, എന്നാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ നടന്നത്. ലെൻറ്റിന ഓവർഹേർഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ടു
ഡോട്ടർ ഇൻ ലോസ് അല്ലെങ്കിൽ ദ എൽഡർ ഡോട്ടർ ഇൻ ലോ ആൻഡ് ദ യങ്ങർ ഡോട്ടർ ഇൻ ലോ റിഗാർഡിങ് എന്തിനെ കുറിച്ചിട്ടായിരുന്നു തർക്കം? ഹൂ വിൽ ബിയർ ദ എക്സ്പെൻസസ് ഫോർ ദ ഫാദർ ഇൻ ലോസ് ഫ്യൂണറൽ സെറിമണി, ആരെടുക്കും എക്സ്പെൻസ് ഫ്യൂണറൽ സെറിമണിയുടെ? ബട്ട് ലെൻഡിന ഹാഡ് ഡിസൈഡഡ് ടു ഇഗ്നോർ ഇറ്റ്, പക്ഷേ ലെൻഡിൻ അത് മൈൻഡ് ആക്കിയില്ലായിരുന്നു അറ്റ് ദാറ്റ് ടൈം. ഹവർ വെൻ ദേ ട്രൈ ടു ഇൻ്റർഫിയർ ഇൻ ഹെർ പ്ലാൻസ് ടു മച്ച് അല്ലേ, അങ്ങനെ ആ ഒരു പ്ലാനിൽ അവരെ കൂട്ടിയതേ ഉണ്ടായിരുന്നില്ല. ലെൻഡിന ഡിസൈഡഡ് ടു റേസ് ഹെർ വോയിസ് വെൻ ദ ടു ലേഡീസ് കം ടു നോ ദാറ്റ് ദ മദർ ഇൻ ലോ ഹാഡ് ഹേർഡ് വാട്ട് ദേ ഹാഡ് ടോക്ക്ഡ്. മദർ ഇൻ ലോ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട് എന്ന് ലെൻഡിനയിൽ നിന്ന് തന്നെ ഇവർക്ക് മനസ്സിലാവാണ്. ദേ വർ കംപ്ലീറ്റ്ലി ഷോക്ക്ഡ് അറ്റ് ദാറ്റ് ടൈം. ദസ് ദേ സ്റ്റോപ്ഡ് ഓൾ ദെയർ ഓപ്പോസിഷൻ അഗെയിൻസ്റ്റ് ലെൻഡിനാസ് പർച്ചേസ് ഫോർ ദി ലാൻഡ്. അങ്ങനെ ഈ ലാൻഡ് പർച്ചേസ് ചെയ്യുന്നതിലുള്ള ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും, മക്കൾക്കുള്ളൊരു പ്രശ്നം, മരുമക്കൾക്കുള്ളൊരു പ്രശ്നം, ഈ കാര്യം ലെൻഡിന നല്ല ഇൻഡയറക്റ്റ് രീതിയിൽ പുറത്തു പറഞ്ഞതോടുകൂടി. News about Lendina's acquisition of the plot of land adjacent to the cemetery soon became public knowledge, and she knew that sooner than later she would be visited by members of the town committee and the issue about the ownership would be raised, because all such grounds were to be only in the custody of either the church or their religious organizations. With due permission from the committee, a party anticipating their move, she had already drawn up a legal document with the help of her nephew, who had just started practicing law in the district court. In the document, she had declared that she would donate the piece of land to the town committee and not to the church, and only if they gave a written undertaking that it would be managed according to her terms. അങ്ങനെ നമ്മുടെ ലെൻഡിനക്ക് ഫാമിലിയിൽ നിന്നുള്ള ആ ഒരു ഓപ്പോസിഷനൊക്കെ മാറിക്കിട്ടി. ഇനിയിപ്പോൾ ടൗൺ കമ്മിറ്റീൻ്റെ അടുത്ത് നിന്നാണ് ഈ കാര്യം ബോധിപ്പിക്കേണ്ടത്. ടൗൺ കമ്മിറ്റീൻ്റെ അടുത്ത് അറിയിക്കണം ഈ ലാൻഡ് എടുക്കാനുള്ള സംഭവങ്ങളെക്കുറിച്ചൊക്കെ അറിയിക്കണം. അങ്ങനെ ന്യൂസ് അബൌട്ട് ലെൻഡിനാസ് അക്യൂസിഷൻ ഓഫ് ദ പ്ലോട്ട് ഓഫ് ദി ലാൻഡ് അഡ്ജസൻറ്റ് ടു ദ സെമെട്രി സൂൺ ബിക്കെയിം പബ്ലിക്. അങ്ങനെ ജനങ്ങളൊക്കെ ഇത് അറിയാൻ തുടങ്ങി, ലെൻഡിന ഒരു ലാൻഡ് വാങ്ങിയത് സെമെട്രിൻ്റെ അടുത്തായിട്ട്. ആൻഡ് ഷീ ന്യൂ ദാറ്റ് സൂണർ ലേറ്റർ ഷീ വുഡ് ബി വിസിറ്റഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ദ ടൗൺ കമ്മിറ്റി. അവൾക്കറിയാമായിരുന്നു ടൗൺ കമ്മിറ്റിയിലെ ആളുകളൊക്കെ വന്നിട്ട് ഇവരുടെ അടുത്തേക്ക് ഈ കാര്യം കേട്ട് കഴിഞ്ഞാൽ വരും. കാരണം ഒരു ഓണർഷിപ്പിൻ്റെ പ്രശ്നം അവിടെ റേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്കറിയാം ായിരുന്നു. കാരണം എന്താണ്, ഇങ്ങനെയുള്ള സെമെട്രിൻ്റെ അടുത്തുള്ള സ്ഥലം അല്ലെങ്കിൽ ശ്മശാനത്തിന് വേണ്ടി സ്ഥലമൊക്കെ വാങ്ങിയാൽ ആക്ച്വലി ഇത് പള്ളി കമ്മിറ്റിയുടെ കീഴിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലീജിയസ് ഓർഗനൈസേഷൻ്റെ കീഴിലൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. വിത്ത് ഡ്യൂ പെർമിഷൻ ഫ്രം ദ കമ്മിറ്റി ആൻറ്റിസിപ്പേറ്റിംഗ് ദ മൂവ് അപ്പോൾ ഇവർക്കറിയാം, ലെൻഡിനൊക്കെ അറിയാം ഇവർ എന്തെങ്കിലും ഒരു നീക്കുപോക്കുകൾ ഇതിന് വെക്കും, പ്രശ്നങ്ങളാവുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ഷീ ഹാഡ് ഓൾറെഡി ഡ്രോൺ അപ്പ് എ ലീഗൽ ഡോക്യുമെൻറ്റ്. അങ്ങനെ അവൾ നിയമപരമായിട്ടുള്ള ഡോക്യുമെൻ്റ് ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹർ നെഫ്യൂ, അവളുടെ അനന്തപരവൻ പുതുതായിട്ട് ഡിസ്ട്രിക്ട് കോർട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവൻ്റെ അടുത്തുനിന്ന് ഒരു നിയമപരമായിട്ടുള്ള ഡോക്യുമെൻ്റ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ ദ ഡോക്യുമെൻ്റ് ഷീ ഹാഡ് ഡിക്ലെയർഡ് ദാറ്റ്, എന്താണ് ഡോക്യുമെൻറ്റിൽ എഴുതിയത്? ഷീ വുഡ് ഡൊണേറ്റ് ദ പീസ് ഓഫ് ദ ലാൻഡ് ടു ദ ടൗൺ കമ്മിറ്റി നോട്ട് ടു ദ ചർച്ച്. എന്താണ്, ഈ ഒരു സ്ഥലം ടൗൺ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കും. അവൾ വാങ്ങിയ സ്ഥലം പക്ഷെ പള്ളിക്കല്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ദേ ഗേവ് റിട്ടൺ അണ്ടർടേക്കിംഗ് ദാറ്റ് ഇറ്റ് വുഡ് ബി മാനേജ്ഡ് അക്കോർഡിംഗ് ടു ഹർ ടേംസ്. അവൾ പറയുന്നതിനനുസരിച്ച് മാത്രമേ ഈ സ്ഥലം ഉപയോഗിക്കുള്ളൂ. ഇവൾക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഈ ഒരു പ്ലോട്ട് സെമെട്രിക്ക് കൊടുക്കുകയാണെങ്കിലും അത് മുഴുവൻ ഇവർ അംഗീകരിച്ചോളാം എന്ന് എഴുതി കൊടുത്താൽ മാത്രമേ ഈ സ്ഥലം കൊടുക്കുള്ളൂ, അവരിലേക്ക് നൽകുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ലെൻഡിനക്ക്. ആക്ച്വലി ഈ ഒരു പാരഗ്രാഫിൽ എന്താണുള്ളത്, ലെൻഡിന എക്സ്പെക്റ്റഡ് ദാറ്റ് ദ ടൗൺ കമ്മിറ്റി വിൽ വിസിറ്റ് ഹർ സൂൺ. ലെൻഡിന എക്സ്പെക്റ്റ് ചെയ്തു ആ ടൗൺ കമ്മിറ്റിയുടെ വിസിറ്റ് അല്ലേ. നോയിങ് അബൌട്ട് ദ അക്യൂസിഷൻ ഓഫ് ദി ലാൻഡ് യൂഷ്വലി സച്ച് ഗ്രൗണ്ട്, ആക്ച്വലി എന്താണ് അവിടെ പ്രശ്നം എന്താണ്, ആക്ച്വലി സച്ച് ഗ്രൗണ്ട് വെർ അക്വയേർഡ് ഓൺലി ബൈ ചർച്ച് ഓർ അതർ റിലീജിയസ് ഓർഗനൈസേഷൻ വിത്ത് ദ പെർമിഷൻ ഓഫ് ദി കമ്മിറ്റി. ഇൻ ഓർഡർ ടു ഡീൽ വിത്ത് ദ ഇഷ്യൂ, ലെൻഡിന മെറ്റ് ഹർ നെഫ്യൂ
who was a lawyer in the district court. In the legal document she had given certain conditions. അങ്ങനെ ഒരു ലീഗൽ ഡോക്യുമെൻ്റ് കൊടുക്കുകയാണ് കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞുകൊണ്ട്. ഷീ ഈസ് റെഡി ടു ഗീവ് ദ ലാൻഡ് ടു ദ ടൗൺ കമ്മിറ്റി അണ്ടർ സർട്ടേൺ കണ്ടീഷൻസ്. അതോള് ഷീ ഈസ് റെഡി ടു അല്ലേ, അവൾ റെഡിയാണ്. ഷീ ഈസ് റെഡി ടു ഗീവ് ദ ലാൻഡ് ടു ദ ടൗൺ കമ്മിറ്റി, നോട്ട് ദ ചർച്ച്, ടു ദ ടൗൺ കമ്മിറ്റി അണ്ടർ സർട്ടേൺ കണ്ടീഷൻസ്. ചില കണ്ടീഷൻസും ടേംസിനും അനുസൃതമായിട്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ ടേംസും കണ്ടീഷൻസും എന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. വിൽ മൂവ് ടു ദി next stanza. The new plot of the land could be dedicated as the new cemetery and would be available to all on fulfilling the condition that only flowering trees and not headstone would be erected on the grave sites. എന്താണ് ഒന്നാമത്തെ കണ്ടീഷൻ? എന്താണ്? The land can be donated for extending the cemetery, but they should not erect headstone. Instead they should plant flowering trees. അങ്ങനെ ലെൻഡിനക്ക് താല്പര്യം എന്താണ്? ഫ്ലവറിങ് ട്രീസേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ, ഹെഡ് സ്റ്റോൺസ് നിറയെ ഉണ്ടാക്കാൻ പാടില്ല, ഹെഡ് സ്റ്റോൺസിലൊരു നിയന്ത്രണം വെക്കണം എന്നാണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? സെമെട്രീൻ്റെ എക്സ്പാൻഷന് വേണ്ടി. ദ ന്യൂ പ്ലോട്ട് ഓഫ് ദി ലാൻഡ് കുഡ് ബി ഡെഡിക്കേറ്റഡ് ആസ് എ ന്യൂ സെമെട്രി. പുതിയ സെമെട്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇത് ഓണറബിളായിട്ട് ഓണർഷിപ്പ് കൊടുക്കുള്ളൂ. ആൻഡ് ഓൺലി ഫുൾഫില്ലിങ് ദ കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ അത് കൊടുക്കാനും പറ്റുള്ളൂ. ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പാടുള്ളൂ, വേറെ എന്തുണ്ടാക്കാൻ പാടില്ല? അവിടെ ഹെഡ് സ്റ്റോൺസ് ഉണ്ടാക്കാൻ പാടില്ല. നെക്സ്റ്റ് എന്താണ്? ലെൻഡിന ആസ് എ ഡോണർ ഷുഡ് ബി ദ ഫസ്റ്റ് ടു ചൂസ് എ പ്ലോട്ട് ഫോർ ഹെർ സെൽഫ്. അതാണ് ലെൻഡിന ദ ഡോണർ വിൽ ചൂസ് ഹെർ ബറിയൽ പ്ലോട്ട് ഫസ്റ്റ്. ലെൻഡിന വേണം ഫസ്റ്റ് ബറിയൽ പ്ലേസ്, അവിടെ ഇന്ന ബറിയൽ പ്ലേസ് എനിക്ക് വേണം എന്ന് തിരഞ്ഞെടുക്കണമെങ്കിൽ ലെൻഡിനാണ് അതിൻ്റെ ഡോണർ അല്ലേ, അതിൻ്റെ ദാതാവ്. അത് ആ സ്ഥലം ആരാണോ കൊടുത്തത് ഇവരാണ് അതിൻ്റെ ദാതാവ്. അതുകൊണ്ട് അവർക്കാണ് ഫസ്റ്റ് ചാൻസ് പ്ലോട്ട് സെലക്ട് ചെയ്യാനുള്ള. നെക്സ്റ്റ് എന്താണ്? പ്ലോട്ട് വുഡ് ബി ഡിസൈൻഡ് ബൈ നമ്പേഴ്സ് ഓൺലി ആൻഡ് റെക്കോർഡ്സ് ഓഫ് നെയിംസ് എഗെയിൻസ്റ്റ് പ്ലോട്ട്. നമ്പേഴ്സ് വുഡ് ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ കമ്മിറ്റി രജിസ്റ്റർ. എങ്ങനെയാണ് ആ ഒരു ശ്മശാനത്തിൽ നമ്പറേണ് ഇടാൻ പാടുള്ളൂ, പേരൊക്കെ കമ്മിറ്റി രജിസ്റ്ററിൽ മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ. അതാണ് പറഞ്ഞത്. ദ ബറിയൽ പ്ലോട്ട് വിൽ ബി മാർക്ക്ഡ് ബൈ നമ്പേഴ്സ്. ബറിയൽ പ്ലോട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ദ ബറിയൽ പ്ലോട്ട് വിൽ ബി മാർക്ക്ഡ് ബൈ നമ്പേഴ്സ്. ദ നെയിംസ് ഓഫ് the dead will only be maintained in the town register. മരിച്ചവരുടെ പേര് എവിടെ എഴുതാൻ പറ്റുള്ളൂ? ഓൺലി ഇൻ ദ ടൗൺ രജിസ്റ്റർ. ഓക്കെ. 4. The terms were to be widely publicized and the town committee would ensure that they were adhered to strictly. അടുത്തത് എന്താണ്? ഈ ഒരു ദ ടേംസ് ഇൻ ദ ഡോക്യുമെൻ്റ് വിൽ മെയ്ഡ് പബ്ലിക് ആൻഡ് ഷുഡ് ബി സ്ട്രിക്റ്റ്ലി ഫോളോഡ്. ഈ ടേംസും ഡോക്യുമെൻറ്റും പബ്ലിക്കിന് സമർപ്പിക്കും വേണം, ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും വേണം എന്നുള്ളത് നിർബന്ധമാണ് എന്നാണ് ലെൻഡീനയുടെ 4 കണ്ടീഷൻസ്. ആസ് എക്സ്പെക്റ്റഡ് ദ മെമ്പേഴ്സ് കെയിം വൺ ഡേ ആൻഡ് were ushered into the big drawing room where they seated themselves with obvious ceremony. Stressing their eminent status in the society, Lendina greeted them amiably and expressed surprise at their official visit. The chairman cleared his throat and began first by expressing the committee's collective sympathy for the bereaved family. Lendina replied in a benefiting manner and inquired to what she owned the honored visit. The chairman looked at his colleagues and launched into his rehearsed speech about the ownership of the sacred ground. എന്താണ് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സൊക്കെ അവളെ അടുത്തേക്ക് കാര്യങ്ങൾ തിരക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ലെൻഡീനൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ വന്നു. ദ മെമ്പേഴ്സ് ഓഫ് ദ ടൗൺ കമ്മിറ്റി വിസിറ്റഡ് ഹർ അറ്റ് ദി ഹൗസ് അല്ലേ, അവളുടെ വീട് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അവരെത്തി. സ്ട്രെസ്സിങ് ദെയർ എമിനൻ്റ് സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി അല്ലേ. ആക്ച്വലി അവർ എങ്ങനെയാണ്, അവർ ഭയങ്കര ഒബ്വിയസ് സെറിമണിയോട് കൂടിയൊക്കെ ഭയങ്കര ഇതായിട്ടൊക്കെ ഇരിക്കുകയാണ് വന്നിട്ട്. അപ്പോൾ ഇവളും ഇവളുടെ സ്റ്റാറ്റസ്
മന്ദസ്സൊന്നും ഒട്ടും കുറക്കാതെ ലെൻഡിന ഗ്രീറ്റഡ് ദം അമിയബിളി ആൻഡ് എക്സ്പ്രസ് എ സർപ്രൈസ് അറ്റ് ദെയർ ഒഫീഷ്യൽ വിസിറ്റ്. അങ്ങനെ അവളുടെ ആ ഒരു സർപ്രൈസ് കാണിച്ചു അവരുടെ ഒഫീഷ്യൽ വിസിറ്റിലുള്ള. അങ്ങനെ ചെയർമാൻ ത്രോട്ടൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് സംസാരിക്കാൻ തുടങ്ങി. അവർ ഈ സംഭവങ്ങൾ ഈ ഇതൊക്കെ ഇവിടുത്തെ ഈ ഗ്രേവി യാർഡും ഹെഡ് സ്റ്റോൺസൊക്കെ മാനേജ് ചെയ്യണതും എങ്ങനെയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കൈകാര്യം ചെയ്യൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ചെയർമാൻ അല്ലേ. അപ്പോൾ ലെൻഡിന റിപ്ലൈഡ് ഇൻ എ ബെഫിറ്റിംഗ് മാനർ. അപ്പോൾ ലെൻഡീനൊക്കെ കുറച്ചൊരു ഇഷ്ടമായില്ല ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ലെൻഡീന പറഞ്ഞു ഇൻക്വയർ ടു വാട്ട് ഷീ ഓൺ ദ ഹോൺ. എന്താണ് നിങ്ങളുടെ ഈ ഔപചാരികമായിട്ടുള്ള വിസിറ്റിന് ഞാൻ എന്താണ് നിങ്ങൾക്ക് തരേണ്ടത്? ദ ചെയർമാൻ ലുക്ക്ഡ് അറ്റ് ഹിസ് കൊളീഗ്സ് ആൻഡ് ലോഞ്ച്ഡ് ഇൻ ടു ഹിസ് റിഹേഴ്സ്ഡ് സ്പീച്ച് അബൌട്ട് ദ ഓണർഷിപ്പ് ഓഫ് ദി സേക്രഡ് ഗ്രൗണ്ട് ആൻഡ് വാട്ട് ദ ടൗൺ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹാഡ് ടു സേ അബൌട്ട് ഇറ്റ് ജെന്റിലി ബട്ട് ഫേമിലി. അപ്പോൾ ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ മുന്നേ രഞ്ജീനെ ചോദിച്ചത് കേട്ടോ, എന്താണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത് നിങ്ങളെ ഹോണേഡ് വിസിറ്റിന് എന്നൊക്കെ ചോദിക്കുകയാണ്. ചെയർമാൻ അങ്ങനെ കൊളീഗ്സിൻ്റെ അടുത്തേക്ക് നോക്കിയിട്ട് അതേ റിഹേഴ്സ് ചെയ്ത് വെച്ച സംസാരങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ടൗൺ അഡ്മിനിസ്ട്രേറ്ററിനെ കുറിച്ചിട്ടും അവർ ഈ ലാൻഡ് കൊണ്ടുപോണതിനെ ഈ പ്ലോട്ട് ഇവർ മാനേജ് ചെയ്യണതിനെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ ജെന്റിലി ആൻഡ് ഫേമിലി ലെൻഡീന ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇടപെട്ടു. ഇൻ്ററപ്റ്റഡ് ഹിം ആൻഡ്സ്. അതിൻ്റെ ഇടയിൽ വേഗം അത് നിർത്താൻ വേണ്ടിയിട്ട് ലെൻഡിനെ പറയാണ്, താങ്ക് യു മിസ്റ്റർ ചെയർമാൻ, ഐ വാണ്ട് ടു അഷ്വർ യു ദാറ്റ് ഐ ആം അവെയർ ഓഫ് യുവർ റെസ്പോൺസിബിലിറ്റി റിഗാർഡിംഗ് ദ മാറ്റർ ആൻഡ് ഐ ഹാവ് ടേക്കൺ ദ ഇനീഷ്യേറ്റീവ് ടു സീക്ക് യുവർ കോപ്പറേഷൻ ബൈ drawing up this legal document for your consideration. Kindly discuss this with your colleagues and let me know as soon as possible if the terms are acceptable to you. അങ്ങനെ ഇതിങ്ങനെ സംസാരിക്കുമ്പോൾ ഇതൊന്ന് നിർത്താൻ വേണ്ടിയിട്ടാണ് ലെൻഡീന ഈ സംസാരം ഇൻ്ററപ്റ്റ് ചെയ്യാണ്. എന്നിട്ട് അവൾ പറയാണ്, എനിക്കറിയാം നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം, നന്നായിട്ടറിയാം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ഐ ആം അവെയർ യുവർ റെസ്പോൺസിബിലിറ്റി റിഗാർഡിങ് ദിസ് മാറ്റർ റിഗാർഡിങ് ദ ഓണർഷിപ്പ് ഓഫ് ദി ലാൻഡ് അല്ലേ, എനിക്കറിയാം ഇതൊക്കെ. പക്ഷേ നിങ്ങൾക്ക് എന്താണ്, ഐ ഹാവ് ടേക്കൺ ദ ഇനീഷ്യേറ്റീവ് ടു സീക്ക് യുവർ കോർപ്പറേഷൻ ബൈ ഡ്രോയിങ് അപ്പ്. അപ്പം ഞാൻ തന്നെ ലീഗൽ ഡോക്യുമെൻ്റ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊരു ഇനീഷ്യേറ്റീവായിട്ട് തന്നെ ഞാനിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ കൺസിഡറേഷനിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുക, നിങ്ങളുടെ കൊളീഗ്സിൻ്റെ അടുത്ത് കമ്മിറ്റിയുടെ അടുത്ത് സംസാരിക്കുക. എന്നിട്ട് ലെറ്റ് മീ നോ ആസ് സൂൺ ആസ് പോസിബിൾ, പെട്ടെന്ന് അല്ലേ എന്നെ വിവരം അറിയിക്കണം. ആർ യു റെഡി ടു ആക്സെപ്റ്റ് മൈ ടേംസ് ആൻഡ് കണ്ടീഷൻസ്? എൻ്റെ ഈ ഒരു ടേംസും കണ്ടീഷൻസും ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണോ എന്നുള്ളത് നിങ്ങൾ എന്നെ പെട്ടെന്ന് അറിയിക്കണം. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ എന്താണുള്ളത്? ലെൻഡിന എക്സ്പെക്റ്റഡ് വെരി സൂൺ ദ മെമ്പേഴ്സ് ഓഫ് ദ ടൗൺ കമ്മിറ്റി വിസിറ്റഡ് ഹർ അറ്റ് ദി ഹൗസ്. ഷീ വെൽക്കംഡ് ദം in a very friendly manner. After conveying the condolence regarding her husband's death, the chairman started talking about the ownership of the sacred land. അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹാസ് ലെൻഡിന വാസ് എക്സ്പെക്റ്റിംഗ് ദിസ്. അപ്പോൾ ലെൻഡിനൊക്കെ ഓൾറെഡി അറിയാം അതൊക്കെയാണ് പറയാന്നുള്ളത്. ആസ് ലെൻഡിന വാസ് എക്സ്പെക്റ്റിംഗ് ദിസ് ഷീ ഗേവ് ദ ലീഗൽ ഡോക്യുമെൻറ്റ് ആൻഡ് ആസ്ക്ഡ് ദ ചെയർമാൻ ടു ഡിസ്കസ് ഇഫ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഗിവൺ ഇൻ ടു ദിസ് ഡോക്യുമെൻറ്റ് ഈസ് ആക്സെപ്റ്റബിൾ ടു ദം ഓർ നോട്ട്. ഇങ്ങനെ 4 കാര്യങ്ങൾ ഞാൻ ഈ ഡോക്യുമെൻറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ എന്താണ്, എന്നെ പെട്ടെന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ലെൻഡീന ഈ ഒരു ഡോക്യുമെൻറ്റിൽ എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വെൽ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.